ബോസ്, ഇതിലെങ്കിലും എന്നെ ഒന്ന് ടച്ച് ചെയ്യിക്കാമായിരുന്നു ബോസേ. ആസ് എ മൈ ഓണർ, ലാലപ്പൻ സ്പാ സെന്റർ, യോഗ മൈ യോഗം. യു യെസ് ബോസ്. ക്യാച്ച് ഔട്ട്. തലേ വീണില്ലേ? ഫോളോ മീ. ഓക്കെ. രണ്ടും കൂടി എന്താണാവോ പരിപാടി? ഇവിടെ വന്നേ, പെട്ടു. ഇരിക്കുക. താങ്ക് യു. ഇപ്പോഴത്തേക്ക് മതി. എടാ ശുശ്രൂത, ഓ, ഇതിങ്ങനെ തുറന്നു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ബിസിനസ് പച്ച പിടിക്കണമെങ്കിൽ ആളുകൾ ഇഷ്ടം പോലെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ AC റൂം, സ്പായ, ഞവരക്കിഴി. അവിടെ നിന്റെ അച്ഛൻ്റെ അടുത്തോ കരിയും പുകയും കഷായം, ഇത്രയും സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ആളുകൾക്ക് ആ വൈദ്യുതി മതി. എന്താടാ ശുശ്രൂത കാര്യം? അത് അച്ഛന് രോഗം നോക്കി ചികിത്സിക്കാൻ അറിയാം. എന്തോ അല്ല, അച്ഛനോട് ഈ പച്ചമരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും അല്ലേ? ഇത്രയും നാളായിട്ടും ഒരു പച്ചമരുന്നിന്റെ കൂട്ട് നീ എനിക്ക് നിന്റെ അച്ഛനോട് ചോദിച്ചു പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് തന്നിട്ടുണ്ടോ? ആകെ ഇത് നിലനിൽക്കുന്ന ഞാനിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്ന എൻ്റെ ഫോട്ടോ വെച്ച കട്ടൗട്ടറേല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഊർജാമൃതവും. പിന്നെ ബിയറിന്റെ അകത്ത് കഷായം വെച്ച് കൊടുക്കണല്ലേ ഊർജാമൃതം? അല്ല, ഊർജാമൃതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അച്ഛൻ്റെ അടുത്ത് വരുന്ന കുറച്ചു പേരെങ്കിലും നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഞാനിത് അടച്ചു പൂട്ടും. അതോടെ നിന്റെ പണിയും പോവും. അയ്യോ സുന്ദര. യെസ് ബോസ്. നാളെ രാവിലെ എൻ്റെ ഒരു മുഴുത്ത ഫോട്ടോ ഉള്ള 3 കട്ടൗട്ടർ ആ ജംഗ്ഷനിൽ കൊണ്ടുവച്ചേ. നാട്ടുകാർ കാണട്ടെ എൻ്റെ ഊർജാമൃതം. യെസ് ബോസ്. രണ്ടാളും ഉണ്ടല്ലോ. ഹരി ഇന്നിവിടെ വരാറുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ. അമ്മയ്ക്ക് നിർബന്ധമാ. അത് നന്നായി. അമ്മയെ പേടിച്ചിട്ടാണെങ്കിലും ക്ഷേത്ര ദർശനം മുടക്കാറില്ലല്ലോ. ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാ. ആ എന്നിട്ട് അമ്മ വന്നില്ലേ? ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതാ എന്റെ അമ്മയ്ക്ക് ഇഷ്ടം. എന്നാ പിന്നെ അമ്മ അങ്ങോട്ടൊന്ന് പോയി കാണായിരുന്നില്ലേ? അമ്മയില്ല. ഓ, അച്ഛനും. ആ മോളാ ആനന്ദി. ഇന്ന് മോളുടെയും പിറന്നാളാ. മോളെ, ഇത് ഹരി. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ? അത് പിന്നെ ഇല്ല. മോളെ, ഹരിക്ക് പായസം കൊടുക്ക്. എന്റെ ഗ്ലാസ് മാത്രമൊന്നുമില്ല. അമ്മ വന്നേ. ഞങ്ങളൊന്ന് വലം വെച്ചിട്ട് വന്നേക്കാം. ആ, ഒന്നും തോന്നരുത് കേട്ടോ. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. കാര്യാക്കണ്ട. അത് സാരമില്ല. ഇനിയിപ്പോ പായസം വേണമെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്നാ പോരെ? എന്നാ മോൻ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. ശരി. ഒന്ന് വേഗം വായന്റെ എലിക്കുട്ടി. വൈദ്യന്റെ അടുത്ത് എന്നിട്ട് വേണം ഒരു കലക്കാൻ. മനുഷ്യ ശരീരം ഇങ്ങനെ ഇളക്കല്ലേ, ഒന്ന് പതിയെ പോ. ഒന്ന് പോടി. എനിക്ക് ഓടാം, ചാടാം, എല്ലാം ചെയ്യാം. വൈദ്യരേ. ആ, ജോണിയോ? നമസ്കാരം. ഇപ്പോ എങ്ങനെയുണ്ട്? എല്ലാം ഉണ്ട് വൈദ്യരെ. പഴയ ഉണർവും ഉന്മേഷവും ചൊടിയും ചുണയും എല്ലാം അല്ലേ എലിക്കുട്ടി? അതെ, അസുഖം മാറിയപ്പോ ഒരു പ്രത്യേക സന്തോഷം വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരുന്ന പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല. എന്ത് കണ്ടാലും ആക്രാന്ത. എന്താ ജോണി അങ്ങനെ? കുറെ നാൾ ഒന്നിനും മേലാതിരിക്കുകയല്ലായിരുന്നോ? അസുഖം മാറിയപ്പം വല്ലാത്തൊരാവേശം എല്ലാത്തിനോടും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ ഒരു അസുഖമില്ല. പക്ഷേ ഒരു തുള്ളി മദ്യം മതി പഴയ അവസ്ഥയിലേക്ക് എത്താൻ. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ കുടിക്കില്ല. അതിന് മാത്രം ഞാൻ അനുഭവിച്ചതാ. ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഉപേക്ഷിച്ച എനിക്ക് പുതിയൊരു ജീവിതം തന്നത് വൈദ്യരാണ്. എതിരായിട്ടൊന്നും ഞാൻ ചെയ്യില്ല, സത്യം. നല്ലത്. പറഞ്ഞ പ്രകാരമുള്ള ഭക്ഷണശീലവും ദിനചര്യകളും ഒക്കെ തെറ്റിക്കാതിരുന്നാൽ ആരോഗ്യവാനായിട്ട് കഴിയാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പോയിക്കോളൂ. ആ, പിന്നെ ഇനി വരുമ്പോ ഒരു സന്തോഷ വർത്തമാനമായിട്ട് വേണം വരാൻ കേട്ടോ. ഇനി എത്ര നാളാന്ന് വെച്ചപ്പ എങ്ങടെ മോളെ കളിപ്പിച്ചോണ്ടിരിക്കുക?
ആ ഇനി കളിയും ചിരിയൊക്കെ ഞാനും എലിക്കിട്ടേയും കൂടെ തമ്മിലാ. ഞാൻ പൊളിച്ചടുക്കും. ചെറിയൊരു എന്തായത്? കുറച്ചേ ഉള്ളൂ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അങ്ങിത് സ്വീകരിക്കണം. ഉപേക്ഷ പറയരുത്. ഇവിടത്തെ ചികിത്സയ്ക്ക് പണത്തിന്റെ പകിട്ട് ഒട്ടും ചേരില്ല. അതെടുത്തോളൂ. എന്ന് പറഞ്ഞ സങ്കടാവും. പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവായത്. അത് പണത്തിനു വേണ്ടി ആകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഇതാ എൻ്റെ മരുന്നിനു വേണ്ടി ചെലവായ തുക മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് മതി. അമ്മേ അമ്മേ, ഈ അച്ഛൻ എന്തെല്ലാം ഉറപ്പാടാ? എന്താ? ജോണി കൈ കൊണ്ട് കൊടുത്ത പൈസ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. ഓ, അതാണോ? അതെ. അച്ഛൻ അങ്ങനെ അതൊന്നും മേടിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തിനു വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ പുണ്യാളം ചമയുന്നേ? സുകുമാരൻ വൈദ്യർക്ക് പണത്തിനോട് ആർത്തിയില്ലെന്ന് കാണിക്കണോ? അതും ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ദേ, അച്ഛൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. മനസ്സിലായോ? താടി മീശ വിളിച്ചു അച്ഛനെ കുറ്റം പറയാൻ നടക്കുന്നു. ചേട്ടാ പോലെ ഒരു കാര്യം പറയട്ടെ. അത് പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും. ഈ വീട്ടുകാരെ നോക്കുന്നത് ഞാനും ചേട്ടൻ കൂടിയാ. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കാശൊന്നും കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? വൈദ്യരെ ഇളയമായന ഓമിയോ ഓമിയോ. ഓ, എന്നാ പിന്നെ ഇയാള് പോയേ. ഞങ്ങക്ക് പോയിട്ടേ അല്പം പണിയുണ്ട്. മനുഷ്യന് മെനക്കെടുത്താൽ പോയി. കാശ് വേണം പോലും വൈദ്യരെ നാണം കെടുത്താന്. വേണ്ടായിരുന്നു. സുപ്രഭാതം. നേരം വെളുത്തൊന്നും അറിഞ്ഞില്ലാവോ? ആ കാൽസറായൊക്കെ ഒന്ന് കയറ്റിയിടെ. ഇത് എവിടെയാ നിൽക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ദുകലാ മെഡിസിറ്റിയുടെ മുന്നിലാ. എന്റെ മോളുടെ പേരാ. അല്ല, നിന്റെ തൊപ്പി മെടിയൊക്കെ എന്തിയെ? ഇവിടെ ഉണ്ട് സാർ. ആ, ഇവിടെ ഇരിക്കാണോ? സാറേ വയ്യഞ്ഞിട്ടാ. വയ്യെങ്കിലേ എന്നെ ബുദ്ധിമുട്ടിക്കാനായി ഈ പണിക്ക് വരരുത്. ഇനി വിശ്രമിക്കണമെങ്കിലേ അകത്ത് AC റൂമുണ്ട്. ICU. നിന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടേ ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി കിടത്താം. കഞ്ഞിയൊക്കെ കോരി തരാനേ അവിടെ മാലാക കുഞ്ഞുങ്ങളുണ്ട്. എന്താ അങ്ങോട്ട് പോണോ? വേണ്ട സാർ, ഞാൻ അവിടെ നിന്നോളാം. നിക്കണം. ഇരിക്കാനേ പാടില്ല. ആ ആ അല്ലെങ്കിൽ വേണ്ട. ഈ കസേര ഞാനിങ്ങ് എടുത്തേക്കാം. വെയിൽ കൊണ്ട് കസേര നിറം മുഴുവനും പോയി. ശരിട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേട്ടോ വലിയേട്ടോ? എന്താടി? മുതലാളുടെ മോളാണ്. മോൻ പോയേ? ഓ, ഞാൻ പോയിക്കോളാടി, നീ പോയിക്കോ. പോയിക്കോട്ടോ. കേറട്ടെ, സമയായി. ശരി.